إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون يا رب ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ എൻ്റെ പരിശുദ്ധരെ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായിട്ടിക്കരെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണുണ്ടു. അതേ അവസ്ഥയിലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടുന്നൊരവസ്ഥയിൽ ഈ ദുന്യാവുന്ന് യാത്ര ചൊല്ലണു. ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടു, അതുകായ ദുആയിറക്കണുണ്ടു. ഓരോരുത്തരോടും എന്നോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു അത് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പുണ്യത്തിൻ്റെ പൂക്കാലമായിട്ടിന്ന് ബർക്കത്താക്കപ്പെട്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. റമസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിട്ടിക്കർ ഈ വെള്ളിയാഴ്ച. ഒരു കാര്യം ഞാൻ ഉണർത്തരെ, ബേജാറാക്കണക്ക് തീറ. ജുമായുടെ മര്യാദ ഉണ്ട് ചൊന്നെങ്കിൽ ഇങ്ങനെ ചാരിയിരിക്കരുതല്ല, ബേജാറാക്കാണ്ട്. നക്കിത് ചൊല്ലോണ്ടായിട്ട് പണ്ട് ആഫിയത്തുള്ളങ്ങോ. കാരണം അള്ളാഹുത്തല നമ്മളെ ത്യാഗം പരിശ്രമിക്കരുത്. ഞാൻ അവിടെ ഖുത്ബ നടത്തരുതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാം. ഇങ്ങനെ നേരെ ഇരിക്കലങ്ങൾക്ക് മാത്രം ഞാൻ ചൊല്ലരുത്. എനിക്കില്ല, എൻ്റെ കടമ ഞാൻ നിർവഹിക്കരെ. ഇത് ജുമായുടെ മര്യാദ അല്ല.
ഈ വെള്ളിയാഴ്ച ഇത്ര വലിയ മഹത്വമുള്ള ഖൈറുൽ അയ്യാമിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിളിച്ച ഈ ദിവസത്തേക്ക് ആ ഖുത്ബ കേൾക്കരുത് ചെന്നെങ്കിൽ ഇമാമുക്ക് അഭിമുഖമായി നിന്നിട്ടായിരിക്കരുത്. അങ്ങനെ ദഹിக்கிறതല്ല, ചാരി ദഹിக்கிறതല്ല. ബുദ്ധിമുട്ടുള്ള അങ്ങക്ക് വേറെ നിർവാഹമില്ല ചാരി ദഹിക്കാണ്ട്, പ്രശ്നമല്ല. നല്ല നല്ല ചോര തുടിക്കുന്ന യുവാക്കൾ ചെറുപ്പക്കാരൊക്കെ ചാരി ദഹിക്കേണ്ടതല്ല. ഇതും പ്രത്യേകിച്ച് അവസാനത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചല്ലേ, അത് ബേജാറാക്കൊണ്ട് തരും, എൻ്റെ കടമയായിരിക്കും. അതുകൊണ്ട് ഞാൻ ചൊന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫൈനൽ സ്റ്റേജിലേക്കാണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇനിയുള്ള നാളുകൾ അത് ചിലപ്പോൾ 4 നാളായിരിക്കും, ചിലപ്പോൾ 5 നാളായിരിക്കും. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായതായിരിക്കരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടർ റഹിമ അംഫു റജുൽ, ഒരു മനുഷ്യൻ്റെ മൂക്കിനെ അല്ലാഹു തആല നിലം പതിപ്പിക്കട്ടെ. അത് പഴയ കാലത്തെ അറബിയിൽ ഉള്ള അറബികളുടെ ഒരു പഴക്കമാണ്. ഒരു മനുഷ്യൻ അങ്ങേയറ്റം ഭാഗ്യം കെട്ടവനാകരുത്, ഭാഗ്യം കെട്ടവനാണിട്ട് സൂചിപ്പിക്കരുത് ചൊല്ലുന്നതായിട്ടിക്കരെ ഒരു പഴക്കമാണ്. റഹിമ അംഫു റജുലിൻ, ഒരു മനുഷ്യൻ്റെ മൂക്ക് നിലം പതിക്കട്ടെ. ഏത് മനുഷ്യനായിട്ടിക്കറ? ദഖല അലൈഹി റമളാൻ, റമളാൻ അവൻ്റെ മുന്നിൽ ബന്ത്. ആരാണ് ചൊല്ലുന്നത്? ലോകനേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ അവനുക്ക് ബന്ത്. ഫൻസലഖ ഖബ്ല അൻ യുസ്തഗ്ഫറ ലഹു, റമളാൻ ബന്ത്, റമളാൻ പോയിത്ത്, പക്ഷേ അവൻ്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല. റമളാൻ ബന്ത്, റമളാൻ പോയിത്ത്, പക്ഷേ അവൻക്ക് മഗ്ഫിറത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അവൻ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നവനാണിട്ടുള്ള അവൻ്റെ പട്ടികയിൽ, അവൻ്റെ രേഖയിൽ എഴുതപ്പെട്ടിട്ടില്ല. അവൻ്റെ മൂക്ക് നിലം പതിക്കട്ടെ. അവൻ ഭാഗ്യം കെട്ടവനാണ്, അവൻ നിർഭാഗ്യവാനാണ്, അവൻ ഹതഭാഗ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അപ്പോൾ ഇനിയുള്ള നാളുകൾ വളരെ നിർണായകമാണ് എന്ന് ഞാൻ ചൊല്ലുകൊണ്ടുള്ള കാരണം എന്തിന്? ഇസ്ലാമിലെ താല്പര്യം കൊണ്ട് ചൊന്നെങ്കിൽ ഓരോ ഇബാദത്തും ഓരോ ആരാധനയും അത് നന്നായിട്ട് അവസാനിക്കണം. അതിൻ്റെ എൻഡിങ്ങിലേക്ക് നോക്കിയിട്ടാണ്, അതിൻ്റെ ഫൈനൽ നോക്കിയിട്ടാണ് ഇസ്ലാമിൽ അല്ലാഹു തആല ഒരാളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം തണ്ടത്. അത് അയാളുടെ അവസാനത്തെ പ്രവർത്തനം നോക്കിയിട്ടായിട്ടിക്കറ്, അവസാനത്തെ പ്രവർത്തനം നോക്കിയിട്ടായിട്ടിക്കറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയായിട്ട് ചൊല്ലുന്ന ഒരു പഴക്കമുണ്ട്. എൻ്റെ ഉമ്മത്തിക്ക് റമളാൻ മാസത്തിൽ 5 സ്പെഷ്യലായിട്ടിക്കര കാര്യം അല്ലാഹു തആല കൊടുത്തു. എത്ര? 5 സ്പെഷ്യലായിട്ടിക്കര കാര്യം. ലം തുഅതഹുന്ന ഉമ്മത്തുൻ ഖബ്ലഹും, ഇതിന് മുന്നിലുള്ള ഒരു ഉമ്മത്തുക്കും അല്ലാഹു തആല ആ കാര്യം കൊടുത്തിട്ടേ ഇല്ല. ഇത് എൻ്റെ ഉമ്മത്തിക്ക് സ്പെഷ്യലായി കൊടുത്ത കാര്യമായിട്ടിക്കറ. എന്താണ് ആ 5-ൽ 5-മതായി അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത്? വയുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, റമളാനിലെ കൊനേയ രാത്രി, റമളാനിലെ അവസാനത്തെ രാത്രി അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കറ്. അതെന്നെ മയ്യാവൂലേ? വേറെ എന്തെങ്കിലും വേണോ? അത് ഈ ഉമ്മത്തിൻ്റെ സവിശേഷതയായിട്ടിക്കറ്. റമളാനിലെ അവസാനത്തെ രാത്രി അല്ലാഹു തആല പുറത്തു കൊടുക്കുക. ഇത് റസൂലുള്ള ചൊല്ലുമ്പോൾ സഹാബത്ത് വിചാരിച്ചത് ആ റമളാനിലെ അവസാനത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചൊന്നതുണ്ട്. അപ്പൊ സഹാബത്ത് കേക്കറ്, യാ റസൂലല്ലാഹ് അഹിയ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടായിരിക്കുമോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, അല്ല, ലൈലത്തുൽ ഖദ്ർ ഇത് വേറമേ, അതുള്ള പ്രതിഫലം വേറമേ. ഇത് റമളാനിലെ അവസാനത്തെ രാത്രി. സഹാബത്തിനിട്ട് കേക്കറ്, വലാകിന്നൽ അമല ഇന്നമാ യുവഫാ അജ്റുഹു ഇദാ ഖളാ അമലുഹു. സഹാബ, നിങ്ങൾ ഔത്തുക്ക് ജോലിക്കാരെ പണിക്കാരെ പണിയെടുക്കണമെങ്കിൽ വിളിക്കില്ലേ? ആ പണിയെടുക്കുന്നവർക്ക് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ ശമ്പളം കൊടുക്കരുത്? എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതിഫലം കൊടുക്കരുത്? പണിയെടുക്കുന്ന മുന്നോളോ പണിയെടുത്ത് കളഞ്ഞെന്ന് പിന്നെയോ? സഹാബത്ത് ചൊന്തു, അതെ, പണിയെല്ലാം എടുത്ത് കളഞ്ഞെന്ന് പിന്നെ. അതെ, ഇവിടെയും അങ്ങനെയാണ്. റമളാൻ അവസാനിക്കുമ്പോൾ
ആരെല്ലാം റമദാനിൽ നോമ്പ് നോറ്റാറ്, ആരെല്ലാം രാത്രിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിച്ചാറ്, ആരെല്ലാം ആ റമദാൻ മാസത്തെ അർഹമായ നിലക്കതിരെ ആദരിച്ചാറ്, അങ്ങക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലമായിട്ടിക്കറെ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത്. അപ്പൊ അതുകൊണ്ട് ഒരു സുദീർഘമായ ഒരു ഹദീസിലെ ഒരു അവസാനത്തെ ഒരു ഭാഗമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അമലുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്, അമലുകളെ അല്ലാഹു പരിഗണിക്കുന്നത് അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്, അതിൻ്റെ അവസാനം നോക്കിയിട്ടാണ്. അതിന് പിന്നൊരു പശ്ചാത്തലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധം ചെയ്യാറ് സഹാബത്ത്. ഒരു യുദ്ധത്തിൽ സഹാബത്ത് യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാൾ വളരെ ഉഷാറായി, വളരെ ആവേശത്തോടു കൂടി ഓരോ ശത്രുവിനെയും അരിഞ്ഞു വീഴ്ത്തിയ യുദ്ധക്കളത്തിൽ വളരെ ശക്തമായ നിലക്ക് ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സഹാബത്തുക്ക് അയാളുടെ ആ ധൈര്യവും അയാളുടെ ആ സ്ഥൈര്യവും എല്ലാം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഇടയിൽ ഇത്ര വലിയൊരു ധീരനായ ഒരാളുണ്ടല്ലേ എന്ന് ചൊന്നു. അങ്ങനെ റസൂലുള്ളാഹിയുടെ മുട്ട വന്നിട്ട് റസൂലുള്ളാഹിനോട് ആ മനുഷ്യനെ പറ്റി പുകഴ്ത്തി ചൊന്ന്, യാ റസൂലുള്ളാഹി, ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കണ്ടാവും, അയാളുടെ ആ ധൈര്യം, അയാളുടെ ആ സ്ഥൈര്യം എത്ര ഉഷാറാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്ന്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവൻ നരകാവകാശിയായിട്ടിക്കറ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലുന്നതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഒരാൾക്ക് സ്വർഗം കൊണ്ട് ചെന്നെങ്കിൽ സ്വർഗമാണ്, 100% ഡൗട്ടില്ല. ഒരാൾ നരകത്തിലാണ് ചെന്നെങ്കിൽ നരകം തന്നെയാണ്. കാരണം ഒമാ യന്തിഖു അനിൽ ഹവാ, ഒമാ യന്തിഖു അനിൽ ഹവാ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വന്തം സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല ഇത്രയും കാര്യങ്ങൾ ചൊല്ലുന്നത്, അത് വഹീയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സഹാബത്ത് വല്ലാതെ വേദനയുണ്ടാക്കി ഈ പളക്കം റസൂലുള്ള ചൊന്നത്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവൻ നരകാവകാശിയാണ് ചൊന്നത്. സഹാബത്ത് നോക്കണം, ആ മനുഷ്യനെ ഒന്ന് ചെക്കാക്കണം, എന്തുകൊണ്ടായിട്ടിക്കര് അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചൊന്നത്. എന്നിട്ട് ആ മനുഷ്യനെ പറ്റി പിടിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പോയാറ് ഇതിനെപ്പറ്റി അന്വേഷിക്കണു. പോയി നോക്കുമ്പോൾ അയാൾ മരിച്ചു കിടക്കറ്, യുദ്ധമൈതാനിൽ യുദ്ധരണാങ്കണത്തിൽ അയാൾ മരിച്ചു കിടക്കറ്. സഹാബത്ത് അയാളെ ഓരോന്നിങ്ങനെ ചെക്കാക്കറ്, ഓരോന്നും ചെക്കാക്ക. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്നതല്ലേ, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ. അങ്ങനെ ചെക്കാക്കി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അങ്ങ് കണ്ട ഒരു കാഴ്ച എന്തിനെ, ഈ മനുഷ്യൻ യുദ്ധത്തിൽ ഇങ്ങനെ അവിടെ വീണ സന്ദർഭത്തിൽ വല്ലാത്ത നോവ്, വല്ലാത്ത പെയിന് ആ മനുഷ്യനക്ക് വന്ന് സഹിക്കൊണക്കാവാത്ത, സഹിസൽ അസാധ്യമായിട്ട് പെയിന് വന്നപ്പോൾ ആരും കാണ്ടില്ല. അപ്പുറം ഇപ്പുറം മുന്നേ യുദ്ധം ചെയ്യുമ്പോഴത്തെ ആൾക്കാർ കണ്ടോണ്ടിരുന്നാറ്, അതുകൊണ്ടാണ് ആവേശത്തോടെ ഉഷാറോടെ യുദ്ധം ചെയ്ത്. ഇപ്പം ആരും കാണ്ടില്ല. എന്ത് ചെയ്തു? ഇയാൾക്ക് താഴ്മ വന്നില്ല, സഹന വന്നില്ല. ഇയാൾ എന്ത് അതിൻ്റെ കയ്യിലിരിക്കുന്ന വാള്, ആ വാളെടുത്തിട്ട് തൻ്റെ കഴുത്തിലേക്ക് അതിനെങ്ങനെ കുത്തി അമർത്തി. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് മരണപ്പെട്ടത്, സൂയിസൈഡ് ആക്കിയും കൊണ്ടാണ് മരണപ്പെട്ടത്. സഹാബത്തുക്ക് പിടിയായിട്ട് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, പ്രവാചകരെ അല്ലാഹുവിൻ്റെ റസൂലാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നത്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അമലുകൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് അമലിന്റെ അവസാനം ഫൈനൽ നോക്കിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള രാത്രികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം നല്ലതല്ലാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുണ്ടായി പോകാൻ പാടില്ല. നോമ്പിനെ നശിപ്പിക്കരെ, ഫസാദാക്കരെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയരെ, യാതൊന്നും ഒരു വാക്കോ നോക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് വന്നു പോകാതെ ഓരോ മുസ്ലിമായ നോമ്പ് നോറ്റ, അതേപോലെ രാത്രി ഇബാദത്തിൽ മുഴുകിയ ഓരോ ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്, നിമിഷങ്ങളാണ് ഇനിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
റമദാൻ അവസാനിക്കുമ്പോഴത്തും നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യമാണ്. ഫിത്ർ സക്കാത്ത് എന്നത് എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടിത്ത് അത് എത്ര കൊടുക്കണം? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സോഅം മിൻ തംറിൻ ഔ സോഅം മിൻ ശഈർ. അല്ലാഹുവിൻ്റെ റസൂൽ ഫിത്ർ സക്കാത്ത് കഠായമായി ഘോഷണയാക്കിത്ത് സോഅം മിൻ തംർ ഒരു സാ ഈത്തപ്പള, ഔ സോഅം മിൻ ശഈർ ഒരു സാ ഗോധി ബാർലി, അങ്ങനെ ഒരു റായത്ത്. എന്താണ് അവിടുത്തെ പ്രധാനമായ ഫുഡ് ഐറ്റം? അത് അലൽ അബ്ദി വൽ ഹുർരി വൽ ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആണായാലും പെണ്ണായാലും അടിമയായിട്ടുണ്ടെങ്കിലും സ്വതന്ത്രരായിട്ടുണ്ടെങ്കിലും ചെറിയവനോ വലിയവനോ മല കുടിക്കരുതാണെങ്കിലും ചെറിയ പെരുന്നാളിൻ്റെ ആ നിലാവ് കാണരുതിന് ഏതാനും നിമിഷം മുമ്പാണ് പ്രസവിച്ചതെങ്കിൽ ആ കുട്ടിക്ക് പോലും അതിന് പിന്നെ പ്രസവിച്ചെങ്കിൽ വേണ്ട, ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കഠായമായി ചൊന്ന കാര്യമാണ്. എന്നിട്ട് അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? നിസ്കാരത്തിക്ക് പോകര മുന്നോളൂ, പെരുന്നാൾ നിസ്കാരത്തിക്ക് പോകര മുന്നോളൂ. അപ്പോഴാണത് ഫിത്ർ സക്കാത്താവുന്നത്. അപ്പോഴാണ് ആ ഫിത്ർ സക്കാത്തിൻ്റെ കൂലി കിട്ടുന്നത്. അതിൻ്റെ പിന്നെ കൊടുത്താൽ ആ കൂലി കിട്ടൂല, അതിന് മുന്നേ ആയിരിക്കണം. അത് സാധുക്കൾക്കുള്ള ഭക്ഷണം എന്ന നിലക്ക് 1-2 ദിവസം മുന്നമേ ഞങ്ങൾ ഔത്തേക്ക് എത്തുപാട്ടി കൊടുക്കൽ അത് നല്ല കാര്യവുമാണ്, സഹാബത്തിൻ്റെ മാതൃകയുമാണ്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്തിനായിട്ടിക്കറ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹറത്തൽ ലിസ്സായിം. അല്ലാഹുവിൻ്റെ റസൂൽ സകാത്തുൽ ഫിത്ർ കഡായമാക്കിയത് ഒന്ന് തുഹറത്തൽ ലിസ്സായിം, നോമ്പുകാരനെ ശുദ്ധിയാക്കുന്നത് വേണ്ടിയാണ്. പലപ്പോഴും സാധുക്കളായ ബലഹീനരായ ഈമാനിൻ്റെ ആളുമാരാണ് നമ്മോ. നോമ്പിൽ എന്തെങ്കിലും ചില കൊറത്തകൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനെയെല്ലാം ശുദ്ധിയാക്കുന്നത് വേണ്ടിയായിട്ട് ഈ ഫിത്ർ സക്കാത്ത് ചൊല്ലുന്നത്. ഒന്ന്, അനാവശ്യമായ പ്രവൃത്തികളിൽ നിന്ന് ചീത്ത വാക്കുകളിൽ നിന്നിട്ട് ശുദ്ധിയാക്കുന്നത് വേണ്ടിയായിട്ട് ഒന്ന്. രണ്ടാമത്തത് മിസ്കീമാർക്കുള്ള ഭക്ഷണം. നോക്കൂ, എത്ര മഹത്തായ ഒരു സംസ്കാരമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ ഇതിനോട് കടപിടിക്കുന്ന ഒരു സംസ്കാരം കാണുന്നത് സാധ്യമല്ല. നീ നിന്റെ കാര്യം ഓർത്താൽ മാത്രമയ്യാവല, സഹജീവിയുടെ കാര്യം നീ ഓർക്കണം. അള്ളാഹുവോടുള്ള കടമ, അള്ളാഹുവോടുള്ള ബാധ്യത, അതുപോലെ നിന്റെ അയൽവാസികളോട് നിന്റെ സഹജീവികളോട് നിനക്ക് കടമയുണ്ട്. ഇസ്ലാം പഠിപ്പാട്ടത്. ഈ സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഒരു പളക്കനക്ക് ഓർമ്മയുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യ രാജ്യത്തിലെ സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ചെമ്മ പോരാട്ടം നടത്തിയ നല്ല ഒരു മനുഷ്യനായിട്ടുണ്ട്. ഇന്ത്യ സെക്യുലറിസത്തെ നശിപ്പിക്കാനാണ് ഇപ്പോൾ താഴെഴുത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇൻഷാ അല്ലാഹ് ടൈമുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വരാം. ആ മഹാത്മാഗാന്ധി ചൊല്ലുന്ന ഒരു പളക്ക, ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം അന്നത്തെക്കുറിച്ച്, അവൻ്റെ സ്വന്തം ഭോജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് അവൻ്റെ ഭൗതികമായിട്ടിക്കറെ, കാര്യമായിട്ടിക്കറെ, അവൻ്റെ ശാരീരികമായ ആവശ്യമായിട്ടിക്കറെ, അവൻ്റെ അയൽവാസികളുടെ അന്നത്തെ പറ്റി അവൻ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതായിട്ടിക്കറ് ആത്മീയത. ചൊന്ന പളക്കം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നൊക്കെ പിടിയില്ല. എന്താണ് മഹാത്മാഗാന്ധി ചൊല്ലുന്നത്? അയാൾ ചൊന്ന പളക്കത്തിൻ്റെ ഉദ്ദേശം എന്തിന്? ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം ആഹാരത്തെ പറ്റി ചിന്തിക്കണമെന്ന് ചെന്നെങ്കിൽ അത് ഒരു വലിയ കാര്യം. അതിൻ്റെ ശാരീരികമായ ആവശ്യം എല്ലാ ജീവികളും അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മൃഗമാണെങ്കിലും അങ്ങനെയാണ്. സ്വന്തം കാര്യം, സ്വന്തം വയർ നിറക്കണം, ഇത് മാത്രമാണ്. പക്ഷേ അവൻ്റെ അയൽവാസിയുടെ അന്നത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ്, അതാണ് ആത്മീയത. ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായി തീരുന്നത് അപ്പോഴാണ്. ഈ മഹത്തായ സംസ്കാരമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടുന്നത്. മനുഷ്യ, നിനക്ക് നിന്റെ റബ്ബിനോടുള്ള കടമ, നിന്റെ റബ്ബിനോടുള്ള ബാധ്യത, ആ കടമയുടെ ഒരു ഭാഗം തന്നെയായിട്ടിക്കറെ സഹജീവികളോടും നീ എന്താക്കണം? കരുണ കാണിക്കണം.
പെരുന്നാളിൻ്റെ അണ്ട് ഒരു അകയിലും ഒരു വീട്ടിലും പട്ടിണി കിടക്കുന്ന ഒരാളും ഒരു കുടുംബവും ഉണ്ടാകണു തീറ. ഇതാണ് ഫിത്ർ സക്കാത്തിലൂടെയുള്ള ഉദ്ദേശം കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടറ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ഫമൻ അദ്ദാഹാ ഖബ്ല അസ്സലാത്ത്, നിസ്കാരത്തിന് മുന്നാരെങ്കിലും അത് കൊടുത്തു വീട്ടിയാൽ ഫഹിയ സക്കാത്തും മഖ്ബൂല, അത് മഖ്ബൂലായിട്ട് ഫിത്ർ സക്കാത്ത് തന്നെയായിരിക്കും. വമൻ അദ്ദാഹാ ബഅദ അസ്സലാത്ത്, നിസ്കാരം കഴിഞ്ഞെന്ന് പിന്നെയാണ് ആരെങ്കിലും കൊടുക്കരുതെങ്കിൽ ഫഹിയ സദഖത്തും മിനസ് സദഖാത്ത്, അത് കേവലം ഒരു സദഖ മാത്രമാകും. ഫിത്ർ സക്കാത്തിന്റെ പ്രതിഫലം അത് ഒരിക്കലും കിട്ടൂല. ഫിത്ർ സക്കാത്തിന്റെ കാര്യം. അതിന് പിന്നെ പെരുന്നാൾ നിസ്കാരം ഇസ്ലാമിൻ്റെ മഹത്തായ പൊതുചിഹ്നങ്ങളിൽപ്പെട്ട മഹത്തായ ഒരു ആഘോഷത്തുക്ക് അത് എല്ലാവരും പങ്കെടുക്കണം, പാർട്ടിസിപ്പേറ്റ് ആകണം, ഭാഗഭാക്കാകണമെന്ന് ലോക നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അത് ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം ഒഗ്ഗട്ട് ഉറപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിൻ്റെ ആ സഫുകൾ ഒന്നാക്കാനുള്ള ഒരവസരവും കൂടിയാണ് പെരുന്നാൾ നിസ്കാരത്തിലൂടെയുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഔത്തര ഉൾഗൈക്കര എല്ലാവരും, അത് കിളവന്മാരായാലും കിഴവിമാരായാലും വൃദ്ധന്മാരായാലും ശുദ്ധിയുള്ള ആർത്തവമുള്ളവരായാലും അതേപോലെ തന്നെ കുമാരികളായാലും യുവതികളായാലും എല്ലാവരും ചെറിയവരെയും വലിയവരെയും മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്ക് നിങ്ങൾ പോകണമാ, നിസ്കരിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളുടെ ദഅവത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്ന ഒരു സഹാബി വനിത ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ ചൊല്ലുറോ, അമറനാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്ത് അപ്പണതന്ത് അൻഖുരിജഹുന്ന, എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ അവത്ത് നിന്നിട്ട് ഇപ്പോൾ ഈദ്ഗാഹിലേക്ക് മൈതാനിലേക്ക് കൊണ്ടുവരണക്ക് വേണ്ടി, ചെറിയ പെരുന്നാളുക്കും വലിയ പെരുന്നാളുക്കും. എന്നിട്ട് ആ സ്ത്രീ ചൊല്ലുറു ആരെയെല്ലാം, അൽ അവാതിഖ വൽ ഹുയ്യൽ വദവാതിൽ ഖുദൂർ, ഔത്ത് ഒളിച്ചിരിക്കരെ ചെറിയ ചെറിയ മങ്ങിലാവാത്ത പെണ്ണുങ്ങൾ, മങ്ങിലായ പെണ്ണുങ്ങൾ, കുമാരികൾ, യുവതികൾ, ഋതുമതികൾ, ആർത്തവമുള്ളവർ. എന്നിട്ട് ആർത്തവമുള്ളവർ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് പഠിപ്പാട്ടിത്, ആർത്തവമുള്ളവർ തെല്ലപ്പുറം നിന്നെങ്കിൽ മാറി നിന്നെങ്കിൽ മയ്യാവും, നിസ്കരിക്കാണ്ട് തെല്ലപ്പുറം നിന്നെങ്കിൽ മാറി നിന്നെങ്കിൽ മയ്യാവും. അതേ അവസരത്തിൽ വയശ്ഹദുനൽ ഖൈറ വദഅവത്തുൽ മുസ്ലിമീൻ, അവിടെ നടക്കുന്ന എന്തെല്ലാം ഖൈറുണ്ടോ, മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, മുസ്ലിമുകളൊക്കെ ദ്വാരക്കുന്ന ദ്വായുണ്ട്, അതങ്ങൾക്ക് ദ്വാരക്കാം, തക്ബീർ ചൊല്ലാം, എന്തെല്ലാം ഖൈറുകൾ അവിടെ നിർവഹിക്കൊണ്ടുകൊണ്ടു അതിലൊക്കെ അവർക്ക് എന്താക്കാം, ഭാഗഭാക്കാകാം. അപ്പോൾ ഈ സഹാബി വനിത കേക്കര്, അണ്ടത്തെ കാലത്ത് വസ്ത്രമില്ല, പലർക്കും വസ്ത്രം കൊണ്ട് ചെന്നെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ ആ ഹിജാബെല്ലാം ഇറങ്ങിയ സന്ദർഭമാണ്. ഇണ്ടത്തെ പോലത്തെ ബുർക്കല്ല അണ്ടും ചെന്നെങ്കിൽ എല്ലാം ഫുള്ള് മറക്കരുത്, കുറേ നീളമുള്ള വസ്ത്രമൊക്കെ വേണം, അതില്ലാത്ത എത്രയോ അകമുണ്ട്. അപ്പോൾ ഈ സഹാബി വനിത കേക്കര്, യാ റസൂലല്ലാഹ് ലായക്കൂൻ ഇഹ്ദാനാ ലായക്കൂൻ ലഹാ ജിൽബാബ്, നമ്മളിൽ കുറേ പെണ്ണുങ്ങൾക്ക് ജിൽബാബില്ലല്ല നബിയേ, ഇങ്ങനെ മൂടണുകൊള്ള ആ മേൽപ്പുടവയില്ലാത്ത കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ നബിയെ, അങ്ങനെ എങ്ങനെ മുസല്ലക്ക് വേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്തു, ലിതുൽബിസ്ഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹാ, അങ്ങോ ആ പെണ്ണുങ്ങൾ ഞങ്ങളെ സഹോദരിമാർ, ഞങ്ങളെ സംഘാത്തികൾ, കൂട്ടുകാരെങ്കിലും ഇന്നെങ്കിൽ അങ്ങോട്ട് എക്സ്ട്രാ ഇന്നെങ്കിൽ അങ്ങ് വായ്പ വാങ്ങട്ട്, അങ്ങനെ വായ്പ വാങ്ങിയിട്ട് അത് ദേഹത്ത് ധരിച്ചിട്ടെങ്കിലും അങ്ങോ ഈദ്ഗാഹിലേക്ക് വരണമുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. എന്നാൽ പെണ്ണുങ്ങൾ അതിൽ നിന്നിട്ട് തടയരുതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത് നോക്കണം, എന്തൊരു വിരോധാഭാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൽപ്പിച്ച ഒരു കാര്യമാണ്. ഇനി ഈ നിസ്കാരം എവിടെയാണ് എന്നുള്ളതാണ്. പെണ്ണുങ്ങൾ ഒന്നാമത് ഇവർ ചില ആളുകൾ ചൊല്ലുന്നത് എന്തിനായിട്ട് ചൊന്നത്, ഈദ്ഗാഹല്ല പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. രണ്ടാമത് പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പള്ളി അങ്ങ് നിഷിദ്ധമാക്കരുത്. എന്നാൽ ഇവിടെ പെരുന്നാളിൻ്റെ വിഷയത്തിൽ മാത്രം നാം നോക്കുകയാണെങ്കിൽ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്തിൻ്റെ പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ച് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അത് മൈതാനിയിലുള്ള നിസ്കാരമായിരുന്നു, മുസല്ലയിലുള്ള നിസ്കാരമായിരുന്നു,
പള്ളിയിലായിരുന്നില്ല. പെരുന്നാൾ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും ഉത്തമമായത് പള്ളിയല്ല, പിന്നെ മൈതാന് പോലെയുള്ള ഒപ്പനായിട്ടിക്കര തുറസ്സായ പ്രദേശമാണ്. ഇത് മദ്ഹബിന്റെ 3 ഇമാമിയങ്ങളും ചൊല്ലുന്ന കാര്യമാണ്. മദ്ഹബിലെ 3 ഇമാമിങ്ങൾ, 4 ഇമാമിങ്ങളിൽ 3 ഇമാമിങ്ങൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് വേറെ അഭിപ്രായമാണ്. ഇപ്പൊ നോക്കൂ, ഹനഫി മദ്ഹബ് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഫുഖഹാക്കളുടെ നായകൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അത്ര വലിയ കർമ്മശാസ്ത്ര വിദഗ്ധനാണ്, പണ്ഡിതനാണ് അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. അബൂ ഹനീഫ ഹനഫി മദ്ഹബ് ചൊല്ലുന്നത് നിങ്ങൾ നോക്കൂ, പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ നിർവഹിക്കൽ അത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. പെരുന്നാൾ പള്ളിയിലല്ല നിസ്കരിക്കേണ്ടത്, അത് ഈദ്ഗാഹിലായിരിക്കണം. മനസ്സിലായില്ലേ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ഇമാം മാലിക് ആരാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദാണ്, ഗുരുനാഥനാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചൊല്ലുന്നത് പെരുന്നാൾ നിസ്കാരം മൈതാനിയിൽ നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. മനസ്സിലാക്കണം, എന്തിന്? മൈതാനിയിൽ നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ആ കാരണം ചൊല്ലും. മഴ പോലത്തെ കാരണമുണ്ടെങ്കിൽ അങ്ങക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാം. അല്ല എങ്കിൽ, കാരണമില്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കൽ അത് നല്ലതല്ല, വെറുക്കപ്പെട്ട കാര്യമാണ്. ഇത് ഇമാം മാലിക് മദ്ഹബാണ്. ഹംബലി മദ്ഹബ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനാണ്, ഷാഗിർദാണ് ഹംബലി റഹിമഹുല്ലാഹ്. ഹംബലി ഇമാം ചൊല്ലുന്നതിന് ഒരു കാരണവുമില്ലാതെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ അത് വെറുക്കപ്പെട്ട കാര്യമാണ്, നല്ലതല്ല. പെരുന്നാൾ നിസ്കാരം പള്ളിയിലല്ല നിസ്കരിക്കേണ്ടത്. പക്ഷെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം നിങ്ങൾ നോക്കൂ, പള്ളിയിൽ ജാഗ ഉണ്ടെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കൽ നല്ലതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായമാണ്. പള്ളിയിൽ ജാഗ ഉണ്ടെങ്കിൽ പള്ളിയിൽ നല്ലതാണ്, ജാഗ ഇല്ലെങ്കിൽ വേണമെങ്കിൽ പള്ളി പുറത്ത് നിസ്കരിക്കാം. ഇനി ഇവിടെ നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബത്ത് അനുചരന്മാരുടെയും മദ്ഹബിന്റെ 3 വീക്ഷണങ്ങൾക്കും എതിരായിട്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ ആരുടേത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടേത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിയുടെ ആളുമാരുടെ ചൊല്ലുന്നത് അങ്ങെല്ലാം പള്ളിയിലാക്കുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ അതെന്താണ്? പ്രവാചകന്റെയും അനുചരന്മാരുടെയും വീക്ഷണങ്ങൾക്ക് എതിരായ വീക്ഷണമാണ്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന ഒരു അബദ്ധമാണ്, അത് അബദ്ധമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വലിയ മഹാനായ പണ്ഡിതനാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളോട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ യോജിക്കാതെയും വരുന്നുണ്ട്. ചില സന്ദർഭങ്ങൾ എത്രയോ ഉണ്ട്. ഉദാഹരണത്തിന് ഒന്ന് ചൊല്ലുറെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം തസ്വീബ് ഉണ്ട്, അത് ചൊല്ലുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ചൊല്ലുന്നത് അത് വേണ്ട, അത് നല്ലതല്ലാണ്ടാണ്. തസ്വീബ് അമ്പരെ പറ്റി ചൊല്ലുന്നത് അസ്സലാത്തു ഖൈറു നൗം. പക്ഷേ എൻ്റെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ആളുമാരോട് ചൊല്ലുന്ന പള്ളിയിൽ അതില്ലേ, ഉണ്ടല്ലോ. അപ്പം അങ്ങ് ചൊല്ലുന്നതിരെ അത് ഇമാം ഷാഫിക്ക് ആ ഹദീസ് കിട്ടിയിട്ടിക്കല, അതുകൊണ്ടായിരിക്കും ഇമാം ഷാഫി അങ്ങനെ ചൊന്നത് ഉണ്ട്. പിടിയായിത്തല്ലേ? ഈ വിഷയത്തിൽ നമ്മൾ ചൊല്ലുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് ഹദീസുകൾ ഒരു പക്ഷേ ഇമാം ഷാഫി കിട്ടാത്തത് കൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ചൊന്നത്. അപ്പോൾ ആകയാൽ പെരുന്നാൾ നിസ്കാരം മൈതാനിയിൽ ആഭാലവൃദ്ധ ജനങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ കൂട്ടം കൂട്ടമായിട്ട് ഈദ്ഗാഹിലേക്ക് എത്തണം. അതേ പെരുന്നാൾ 7:30 7:30 പെരുന്നാൾ നിസ്കാരം കൃത്യമായി തുടങ്ങരുത്. അതിന് മുന്നിൽ തന്നെ ഓരോരുത്തരും ഈദ്ഗാഹിലേക്ക് എത്തണം. അതേപോലെ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് അതിലെ എല്ലാ വ്യവസ്ഥകളും ഇവിടെ നമ്മുടെ മഹത്തായ ആദരണീയരായ നമ്മുടെ കമ്മിറ്റി അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തിക്ക് 150 രൂപയാണ് അതിൻ്റെ ഉറുപ്പിക കൊടുക്കേണ്ടത്, അതിൻ്റെ തുക നൽകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ അത് ഏൽപ്പിക്കണം. ഒരൗത്തിൽ എത്ര ആളുമാരുണ്ടെന്നെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ 150 രൂപ ചൊന്നെങ്കിൽ, ഒരു സായം ചൊന്നെങ്കിൽ ഏകദേശം 2.5 കിലോയാണ് ഒരു സായം ചൊന്നെങ്കിൽ. അപ്പോൾ അതിൻ്റെ തുകയാണ് 150 രൂപ. അതിനുള്ള എല്ലാ വ്യവസ്ഥകളും ഇവിടെ ഈ പള്ളിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആളുകളെ നിങ്ങൾ ഏൽപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇന്ന് യാതൊരു വിധത്തിലുള്ള ന്യൂനതകളോ വീഴ്ചകളോ നമ്മുടെ നോമ്പിനെ, നമ്മുടെ ഇബാദത്തുകളെ ഫസാദാക്കുന്ന യാതൊന്നും വന്നു പോകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല
അവൻ മഗ്ഫിറത്ത് നൽകുന്ന അവസ്ഥയിൽ ഈ റമളാൻ നമ്മളോട് യാത്ര പറയുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഓരോ സത്യവിശ്വാസിയും വിശ്വാസിനിയും ആഗ്രഹിക്കേണ്ട, അള്ളാഹുവോട് തേടേണ്ട ഒരു കാര്യമാണ് അവൻ്റെ മഗ്ഫിറത്ത്. അത് നിരന്തരമായി, പ്രത്യേകിച്ചും അത്താഴ സമയങ്ങളിൽ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാനാകാശത്തേക്ക് എളിഞ്ഞു വന്ന് ആരുണ്ട് നന്നിട്ട് ദ്വാരക്കിറങ്ങോ, ഞാൻ ഞങ്ങളെ ദ്വാര സ്വീകരിക്കണു ഞാൻ തയ്യാർ. ആരുണ്ട് നന്നിട്ട് കേക്കിറങ്ങോ, ഞാൻ അങ്ങ് കേൾക്കുന്നതെല്ലാം കൊടുക്കണു തയ്യാറുള്ളേ. ആരുണ്ട് നന്നിട്ട് പൊറുക്കലിനെ തേടിറങ്ങോ, അങ്ങക്ക് പുറത്ത് കൊടുക്കണു ഞാൻ തയ്യാറുള്ളേ എന്ന് ചൊല്ലൊരു സന്ദർഭമാണ്. അതിപ്പോൾ ഈ റമളാൻ നമ്മൾ അത്താളം കളിക്കൊണ്ട് ഗണിക്കറ. അതിന് മുന്നൊക്കെ നമുക്ക് തെല്ലും മുന്നേ എണിച്ചിട്ട് അല്ലാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി നമുക്ക് ഇനിയുള്ള രാത്രികളിൽ നാം പ്രാർത്ഥിക്കണം. അല്ലാഹുവിൻ്റെ റസൂല് പ്രത്യേകമായ ഒരു ദുആ തന്നെ പഠിപ്പാട്ടിയത് എല്ലാവർക്കും പിടിയുള്ളതാണ്. പക്ഷെ അത് തെറ്റാതെ ചൊല്ലണം, തെറ്റാതെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫുവ്വുൻ, അല്ലാഹുവേ നീ ചെമ്മ മാപ്പ് നൽകുന്നവൻ. അല്ലാഹ് നക്ക് നീ മാപ്പ് നൽകണം. ഇതിങ്ങനെ നിരന്തരമായി ചോദിച്ചോടിക്കണം. പ്രത്യേകിച്ചും ഇനിയുള്ള നാളുകൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെയാണ് മുസ്ലിമീങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം, അടുത്ത് ലോകസഭാ തെരഞ്ഞെടുപ്പ് വരണക്ക് പോകൂ. ഏപ്രിൽ 26 CAA അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട് മുസ്ലിമീങ്ങളെ പേടിപ്പാട്ടറ്. ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ മുസ്ലിമീങ്ങളെ പേടിപ്പാട്ടതാ, നിങ്ങൾക്കെല്ലാം റായ വിട്ടു പോകേണ്ടി വരും. അതാണ് CAA. ചുമ്മാ വിശദീകരിക്കണം. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട് എന്തിനാത് ചെന്നെങ്കിൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് അതിൽ ആർക്കും പുറത്തു പോകേണ്ടതായിട്ട് പറഞ്ഞില്ല, അതെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുക്കലാണ് എന്നാണ് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ അതാണോ? അതിൻ്റെ പിന്നിൽ ഒരുപാട് ചതികളൊക്കെ വളഞ്ഞു കിടക്കരുത്, നാം തിരിച്ചറിയണം. എന്താണ് പ്രിയമുള്ളവരെ CAA എന്ന് ചെന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഈ 3 കൺട്രിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തേക്ക് 2014 ഡിസംബർ 31 മുന്നോളം അവിടുത്തെ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയമായി ഇന്ത്യയിലേക്ക് വന്ന കുടിയേറി പാർത്ത അഭയാർത്ഥികളായിട്ട് വന്ന ആളുമാർ അങ്ങക്ക് 2014 ഡിസംബറിന് മുന്നോളം അങ്ങ് ഇന്ത്യയിൽ കഴിഞ്ഞ് കൂടിറാറിട്ട് എന്തെങ്കിലും ഒരു രേഖ കാണിച്ചാൽ അങ്ങക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. പിടിയായിത്ത ആർക്ക് അതിൽ 6 മതവിഭാഗങ്ങളെ ചൊല്ലുറു. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈൻ, പാർസി, ക്രിസ്ത്യൻ. മുസ്ലിമീങ്ങൾക്കില്ല. നോക്കണം.
ഇത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 14 ആർട്ടിക്കിൾസ് ഘടകവിരുദ്ധമാണ്. മതപരമായിട്ടുള്ള വിവേചനമാണിത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കൂല. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നിട്ടും 2014 ഡിസംബർ 31 മുന്നേ ആരെങ്കിലും മുസ്ലിമീങ്ങ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കൂല. പിന്നെ ബാക്കി മതക്കാർക്കെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതൊന്നും അങ്ങനെ ആയില്ലേ. ഇനി പിന്നെയാണ് പിന്നെ അപകടങ്ങൾ വേണ്ടത്. NRC NPR ഒക്കെ വേണ്ടത് പിന്നെയാണ്. ദേശീയ പൗരത്വ പട്ടിക കണ്ട് ചെന്നു. എന്താണ്? ഓരോരുത്തരും ഞാൻ ഈ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കണം. അതിന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാം കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൊമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് അപ്പുറയിപ്പുറമായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തും. അത് ഡൗട്ട്ഫുൾ ആയിട്ട് ഡൗട്ട്ഫുൾ. പിന്നെ അവനക്കും അതിനിങ്ങനെ നേരാക്കണമെങ്കിൽ ഒരുപാട് ഓഫീസുകളും ഒരുപാട് കേന്ദ്രങ്ങളും ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോഴാണ് ഈ CAA ഇവർക്ക് ഗുണം ചെയ്യരുത്. ആർക്ക്? ഇപ്പൊ ഈ ചൊന്ന ഈ വിഭാഗക്കാർക്കെല്ലാം ഗുണം ചെയ്യും, പക്ഷേ മുസ്ലിമീങ്ങൾക്കില്ല. എന്തൊരു വിവേചനമാണ് ഇത്! RSS സംഘപരിവാറിന്റെ അജണ്ടയാണ്. വർഷങ്ങളായി ഇന്ത്യ രാജ്യത്തെ മതരാഷ്ട്രമാക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി പണ്ട് ലോക്സഭയിലെങ്കാലും ഈ വർഗീയ ശക്തികൾ അധികാരത്തിൽ കയറിയാൽ ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ, ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഇത് രാഷ്ട്രീയ, സാമാജിക, സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ജാഗ്രത വഹിക്കണം. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളെ പേടിപ്പാട്ടും. ആരും മുസ്ലിമീങ്ങളെ പേടിക്കൊണ്ട് തീരാ. നമുക്ക് തവക്കുലുണ്ടാകണം, ശരിയായ ഈമാൻ ഉണ്ടാകണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു പഠിപ്പാട്ടിയ ദുആയാണ്. മാലിക്കൽ മുൽക്ക്, ഈ വിശ്വ ആധിപത്യത്തിന്റെ ഉടയനായിട്ടിക്കര അല്ലാഹ് വിശ്വാധിപത്യത്തിന്റെ ഉടയാ. നീയാണ് യഥാർത്ഥ ഉടയൻ, യഥാർത്ഥ ഉടമ നീയാണ് റബ്ബേ. തൂത്തിൽ മുൽക മൻ തശാ. ഇവിടെ ആധിപത്യം നീ കൊടുക്കരുത്, രാജാധികാരം നീ കൊടുക്കരുത്, നീയാണ്. ഇവിടെ ആര് ഭരിക്കണോട് തീരുമാനിക്കുന്ന നീയാണ്. അത് ജോൺ ബൈഡൻ ആയാലും നെതന്യാഹു ആയാലും മോഡി ആയാലും ആരായാലും ഇവിടെ ഭരിക്കരുത് ആര്? ആടളിത്തടുത്ത് തീരുമാനം നീയാണ് കൊടുക്കരുത്. ആടളിത്തം എടുത്തു കളയരുതും നീയാണ് റബ്ബേ. നീയാണ് അന്തസ്സും അഭിമാനവും പ്രതാപവും കൊടുക്കരുത്, സില്ലത്തും അവമാനവും കൊടുക്കരുത്. നീയാണ് അല്ലാഹ്. നീ ഞങ്ങളെ കൈവിടരുത് റബ്ബേ. ബിയദിക്കൽ ഖൈർ. നിന്റെ അധികാരത്തിലെ ഹസ്തത്തിലായിട്ട് എല്ലാ നന്മകളും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നീ വലിയ സാമർത്ഥ്യമുള്ളവനാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ എന്നിട്ടുണ്ടാകണം. ഫാസിസ്റ്റ് ശക്തികളെ ഇവിടുന്ന് തൂത്തെറിയപ്പെടാൻ വേണ്ടി അല്ലാഹുവേ നീ ഇടപെടണം എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, മറന്നു പോകരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളും സഹോദരിമാർ, പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന മാത്രം പോലെ പരിശ്രമവും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം ഇവിടുന്ന് സെക്യുലറിസം ഇല്ലാണ്ടാവുകയാണ്. ഞാൻ നേരത്തെ ചെന്ന മഹാത്മാഗാന്ധി, അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇവിടെ രൂപം നൽകിയ ആ മഹത്തായ ആ സാർവഭൗമത്തെ, ആ സെക്യുലറിസം, ആ ഡെമോക്രസി ഇവിടുന്ന് നശിപ്പിച്ചും കൊണ്ട് ഇവിടെ ഹിന്ദു രാഷ്ട്രം വെക്കാനുള്ള ശ്രമമാണ് RSS സംഘപരിവാരങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത് പണ്ടതായിരിക്കുന്ന ഏപ്രിൽ 26 ഇലക്ഷനിൽ നമ്മുടെ വോട്ടുകളൊക്കെ വിഭജിച്ചും കൊണ്ട് ഒരിക്കലും ഫാസിസ്റ്റ് ശക്തികൾക്ക് ഫേവറാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. വളരെ ജാഗ്രതയുള്ളവരാകണം. സെക്യുലർ വിഭാഗത്തിലായിരിക്കണം നമ്മുടെ വോട്ട് പോളേണ്ടത്. പിടിയത്തല്ലേ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ചൊല്ലരുത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് ഫോൾട്ടുകളുണ്ടെങ്കിലും അങ്ങ് ഒരിക്കലും സെക്യുലറിസം ഇല്ലാണ്ടാക്കാൻ അങ്ങ് ശ്രമിച്ചിട്ടില്ല. അത് നാം മനസ്സിലാക്കണം. അങ്ങക്ക് ചെമ്മക്കാലം രാജ്യം ഭരിച്ചിട്ട് അങ്ങക്ക് നല്ല പാഠവുമുണ്ട്, നല്ല കഴിവും നല്ല അറിവുണ്ട്. അതേ അവസരത്തിൽ അങ്ങ് ഒരുപാട് അബദ്ധങ്ങൾ ഓരോ ഭാഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഡിവൈഡ് ആക്കണമെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ആക്കണമെങ്കിൽ അങ്ങ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകുകയെ ഒരവസ്ഥ ഉണ്ടായിപ്പോകാതെ
ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ, അക്രമികളായ ഭരണാധികാരികളെ, അവർക്ക് ഇനിയും ഒരിക്കൽ അധികാരം കിട്ടുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടായിപ്പോകാൻ പാടില്ല. അതുകൊള്ള പരിശ്രമം, പ്രവർത്തനം നടത്തണം. അതിന് പുറമേ കാരുണ്യവാനായിട്ടിക്കരെ റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടി ഒരു പ്രാർത്ഥനയുണ്ട്. ലാ തുസല്ലിത്ത് അലൈനാ മൻ ലാ യർഹമുനാ, യാ അല്ലാഹ് ലാ തുസല്ലിത്ത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് നീ അധികാരം നീ കൊടുക്കരുത് റബ്ബേ. ഞങ്ങളുടെ അധികാരം അവരുടെ കയ്യിൽ, നമ്മളോട് കരുണ കാണിക്കാത്തവരുടെ കയ്യിൽ നീ കൊടുക്കരുത് റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടിയ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിരന്തരമായ നിലക്ക് നാം പ്രാർത്ഥിക്കണം. ഈ വിഷയം വളരെ ഗൗരവമായി നാം എടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രാജ്യം എന്നേക്കും സെക്യുലറിസം കളിയാടുന്ന, അതേ മതേതരത്വം നിലനിൽക്കുന്ന എല്ലാ പൗരന്മാരോടും നീതിയോടെ സമത്വത്തോടെ പെരുമാറുന്ന ഒരവസ്ഥ അല്ലാഹു തആല ഈ രാജ്യത്തേക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ ഈ റമദാൻ അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്തിൻ്റെ സഹോദരൻ മരിച്ചു പോയതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല നമ്മളെയും ആ വ്യക്തിയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വേറെ പലരും അവരുടെ പല കാര്യങ്ങളും, പല രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ, അവരുടെ രോഗങ്ങളെല്ലാം അല്ലാഹു പൂർണ്ണമായ നിലക്ക് ഷിഫിയാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് പള്ളിൻ്റെ കലക്ഷനായിട്ട് കയറി അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേകമായി നിങ്ങളോട് ചൊല്ലേണ്ട ആവശ്യമില്ല. ഉദാരമായ നിലക്ക് ധാരാളമായി വാരിക്കോരി ചൊരിഞ്ഞ് നിങ്ങൾ സഹായിക്കണം. ഇണ്ടത്തെ കലക്ഷൻ നിങ്ങൾ വിജയിപ്പിക്കണം. ഈ പള്ളികളുടെ കലക്ഷനാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രോജക്റ്റ് കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ മേലെയെല്ലാം ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. പിന്നീട് പെരുന്നാൾ നിസ്കാരത്തെ ഇപ്പം ഞാൻ നിങ്ങളുടെ ചൊന്ന് 7:30 ഇവിടെ പെരുന്നാൾ നിസ്കാരമുള്ളത്. ഫിത്ർ സക്കാത്തിൻ്റെ തുകയും ഞാൻ ചൊന്ന് 150 റുപ്യയാണ്. എല്ലാം പൂർണ്ണമായ നിലക്ക്, വളരെ കൃത്യമായ നിലക്ക് ഓരോരുത്തരും അത് നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ സൽകർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.